ഹുഷാംദീദ് ബച്ചോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബുധനാഴ്ചയാണ് നമ്മുടെ ആനുവൽ എക്സാം അല്ലേ? അപ്പോൾ നമ്മൾ എന്തായാലും പാഠഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പഠിക്കാത്തവർ ഓരോ പാഠഭാഗമായി എടുത്ത് കണ്ട് പഠിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? ഇനി അടുത്തത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് നോക്കലാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൽ ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം. അതിലൂടെ ഓരോ പാഠഭാഗങ്ങളും അല്ലെങ്കിൽ പാഠഭാഗങ്ങളിലും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാന ടോപ്പിക്സുകളും നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സർഗർമിയായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാലോ അല്ലേ, 6 പ്രവർത്തനങ്ങൾ, അതിൽ 2 ചോയ്സ് ഉണ്ടാവും. അങ്ങനെ മൊത്തം 8 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ 6 ആൻസർ ചെയ്യേണ്ടത്. അതൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ, അതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ സർഗർമി നോക്കാം. നോക്കൂ, റാണി ബാസാർ ഗൈ, റാണി ബാസാറിലേക്ക് പോയി. എന്താ ഈ ബാസാർ? അങ്ങാടി അല്ലേ. വഹാ മുഖ്തലിഫ് ദുക്കാൻ തേ, അവിടെ പലതരത്തിലുള്ള കടകൾ ഉണ്ടായിരുന്നു കേട്ടോ. ദുക്കാനേ തേ എന്നാണ്. പൻസാരി, തർക്കാരി, ഇറാഖി ദുക്കാന്. എന്തിൻ്റെയൊക്കെ കടകളെ കണ്ടു? പഴത്തിൻ്റെ കട കണ്ടു, പലചരക്കിൻ്റെ കട കണ്ടു, പച്ചക്കറിയുടെ കടകൾ, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബച്ചോ ഇഷാറോ കി മദദ് സേ ബാസാർ കെ ബാരെ മീ ജുംലെ ലിഖിയേ. എന്താ പറഞ്ഞത്? ഈ തന്നിരിക്കുന്ന ഈ ഇഷാറകൾ, ഈ സൂചനകൾ കണ്ടോ? ഗാഡിയ, ദുഖാൻ, ലോഗ്, ബഡ, ഇതെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബാസാറിനെ കുറിച്ച് ജുംല തയ്യാറാക്കണം. എങ്ങനെ? ഇതവിടെ ജയ്സേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബാസാർ ബഹുത്ത് ബഡാഹേ, ബാസാർ വളരെ വലുതാണ്. ഇനി ബാസാർ മേ എന്നുണ്ട്, എന്ന് വെച്ചാൽ അങ്ങാടിയിൽ എന്തൊക്കെയുണ്ട് നമുക്ക് അറിയാം. ഇതവിടെ നോക്ക്, മുഖ്തലിഫ് ദുക്കാൻ എന്ന് കണ്ടില്ലേ? അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, ബാസാർ മേ പൽക്കി ദുക്കാൻ ഹേ. ബാസാറിൽ എന്തുണ്ട്? പഴത്തിൻ്റെ കടയുണ്ട്. അല്ലെങ്കിൽ വഹാ എന്തുണ്ട്? പൻസാരി കി ദുക്കാൻ ഹേ, പലചരക്ക് കടയുണ്ട്. പിന്നെ വഹാ ബഹുത്ത് ലോഗ്, ഒരുപാട് ആളുകൾ, ആത്തേ ജാത്തേ ഹേ, വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നു. ഒപ്പം തന്നെ ഗാഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹനങ്ങളാണ് അല്ലേ? വാഹനങ്ങൾ എന്ന് വെച്ച് നമുക്ക് എന്തെഴുതാം? ബാസാർ മേ ബഹുത്ത് ഗാഡിയ ആത്തേ ജാത്തേ ഹേ, വന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയല്ലേ? ഫുള്ള് തിരക്കായിരിക്കും അവിടെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യാം? ഈ വാചകങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ബാസാറിനെ കുറിച്ച് തയ്യാറാക്കിയെന്ന് അറിഞ്ഞില്ലേ? ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ബാസാർ മേ പൽക്കി ദുക്കാൻ ഹേ, വഹാ പൻസാരി കി ദുക്കാൻ ഹേ, വഹാ തർക്കാരി കി ദുക്കാൻ ഹേ, അങ്ങനെയൊക്കെ എഴുതിയാലും മതിയാവും. ഓക്കെ, അതെല്ലാം ശരി തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ സിമ്പിൾ വേർഡ്സ് വെച്ചിട്ടും എന്ത് ചെയ്യുക? ജുംലകൾ തയ്യാറാക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്താണ് പറഞ്ഞു തരുന്നത്? അങ്ങാടിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അങ്ങാടിയെക്കുറിച്ച് ഒരു സംഭാഷണം എഴുതാൻ തരാം ചിലപ്പോൾ. എവിടെയാണ് പോയത് അല്ലേ? ഇപ്പോൾ റാണി ബാസാറിൽ പോയല്ലോ. റാണി ബാസാറിൽ പോയിട്ട് ആരെങ്കിലും ചോദിക്കണം, റാണി തും കഹാ ഗയി തി അല്ലേ? ആരെങ്കിലും ചോദിച്ചു, റാണി നീ എവിടെയാണ് പോയത്? അപ്പോൾ അവൾക്ക് എന്ത് പറയാം? ഞാൻ ബാസാറിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അതെങ്ങനെയായിരിക്കും പറയുക? മേ ബാസാർ ഗയി തി അല്ലേ? ഞാൻ ബാസാറിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാസാർ മേ ക്യാ ക്യാ ഹേ അല്ലേ? ബാസാറിൽ എന്തൊക്കെയുണ്ട്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൂടെ? അപ്പോൾ എന്തൊക്കെ പറയാം? ബാസാർ മേ ക്യാ ക്യാ താന്ന് എഴുതാം, എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ബാസാറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പൻസാരിക്ക് ദുക്കാനുണ്ട്, പലചരക്ക് കടയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അപ്പോൾ ഏതൊരു ഡിസ്കോഴ്സ് തന്നാലും എന്ത് ചെയ്യണം? ഇതെല്ലാം അതിൽ ഉപയോഗിക്കണം. മനസ്സിലായോ? ഇത് നമ്മൾ വെറുതെ ഒരു സംഭാഷണത്തിൻ്റെ രീതിയിൽ എഴുതിയതാണ്. ഇത് 3 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ രണ്ടാമത്തേത്, ഒന്നിൽ തന്നെ നമുക്കറിയാലോ ഒരു പ്രവർത്തനത്തിൽ 2 ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? രണ്ടാമത്തേത് നീച്ചെ ദിയേ ഗയേ ചീസോ കോ അലഗ് അലഗ് ഖാനോ മേ ലിഖിയേ. താഴെ തന്നിരിക്കുന്ന ഈ സാധനങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? വ്യത്യസ്ത കോളങ്ങളാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, മിർച്ച്, ടമാറ്റർ, തേൽ, അങ്കൂർ, നമക്ക്, കേല, ചാവൽ, ബേങ്കൻ. അറിയാലോ, മിർച്ച് മുളക്, ടമാറ്റർ തക്കാളി, തേൽ എണ്ണ,
അങ്കൂർ മുന്തിരി, നമക്ക് ഉപ്പ്, കേല പഴം, ചാവൽ അരി, ബെങ്കൻ വഴുതന. അപ്പം ഇത് 3 കോളമാക്കിയാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്ന് പഴം, അടുത്തത് പഞ്ചസാരി, അടുത്തതോ തർക്കാരി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പഴം വരുന്നത്? പഴം വരുന്നത് നമുക്കറിയാം അങ്കൂറും കേലയുമാണ്. അങ്കൂർ കേല. ഇനി പഞ്ചസാര ഏതൊക്കെയാണ് വരുന്നത്? ചാവൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ തേൽ വരുന്നുണ്ട്, എണ്ണ വരുന്നുണ്ട്, നമക്ക് വരുന്നുണ്ട്. ഇനി പച്ചക്കറി ആണെങ്കിലോ മിർച്ച് വരുന്നുണ്ട്, ടമാറ്റർ വരുന്നുണ്ട്, ബേങ്കൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയെന്നറിയോ? നമ്മൾ പലചരക്ക്, പച്ചക്കറികൾ, അതുപോലെ തന്നെ പഴങ്ങൾ, ഇവയുടെ പേരൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇവയുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ചിലപ്പോൾ തരുമായിരിക്കും. തന്നു കഴിഞ്ഞാൽ നമുക്ക് തരംതിരിച്ച് എഴുതാൻ അറിയണമെങ്കിൽ ഈ ഹെഡിങ് അടക്കം പഠിക്കണം അല്ലേ? പല്ലെന്ന് പറഞ്ഞാൽ പഴമാണ്, പഴങ്ങളാണ്. അതുപോലെ തന്നെ പഞ്ചസാരി പറഞ്ഞാൽ പലചരക്കാണ്. അതുപോലെ നമ്മുടെ തർക്കാരി എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ബാസാറിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ സാധനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇതിൽ പറഞ്ഞു അല്ലേ? ഈ പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്തു? നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ, മറക്കരുത്. ഈ അടുത്ത സർഗർമി ഇതാണ് കൊടുത്തിട്ടുള്ളത്. സർഗർമി 2, റാണി ചാവൽ ഖരീദിനെ കെ ലിയെ പൻസാരി കി ദുക്കാൻ. പൻസാരി എന്ന് പറഞ്ഞാൽ പലചരക്ക് കട. പലചരക്ക് കടയിൽ എത്തി. ദുക്കാൻദാറിനെ പൂച്ച. ദുക്കാൻദാർ, പൂച്ച എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ചയാണോ? അല്ല അല്ലേ? ചോദിച്ചു. ദുക്കാൻദാർ ചോദിച്ചു. എന്താ ചോദിച്ചത്? ക്യാ ചാഹിയേ ബേട്ടി. എന്താ വേണ്ടത് മോളെ? എന്താ മോളെ വേണ്ടത്? അപ്പോൾ അവൾ എന്ത് പറയും? ചാവൽ വേണമെന്ന് അല്ലേ? ചാവൽ വാങ്ങാനല്ലേ പോയി, അരി വാങ്ങാനാ പോയത് അല്ലേ? അപ്പോൾ എന്ത് പറയാം? എനിക്ക് 1 കിലോ, മുझे 1 കിലോ ചാവൽ ചാഹിയെ, വേണം. അപ്പോൾ ദുക്കാൻദാർ പിന്നെ എന്തായിരിക്കും പറയാം? ഓർ ക്യാ ചാഹിയെ, ഇനി വേറെ എന്ത് വേണം? അപ്പോൾ ഇത് പഠിക്കുക കേട്ടോ. ക്യാ ചാഹിയെ എന്നുള്ളത് പഠിക്കുക. എന്ത് വേണം? വേണം എന്നുള്ളതിനുള്ള വാക്കാണ് ചാഹിയെ. ഓർ ക്യാ ചാഹിയെ പറഞ്ഞാൽ വേറെ എന്ത് വേണം? ഓർ ക്യാ ചാഹിയെ ബേട്ടി. അപ്പോൾ എന്ത് പറയാം? ഒന്നും വേണ്ട, അതാണ് അർത്ഥം. അപ്പോൾ അവൾ എന്ത് പറയാണ്? കിത്തനെ ഹുയേ അല്ലേ? അബ് കിത്തനെ ഹുയേ എന്നാണ് കേട്ടോ. അബ് കിത്തനെ ഹുയേ ചാച്ച എന്ന് പറയാം. അബ് കിത്തനെ, ഈ വരി മാറ്റാം. നോക്കൂ, അബ് കിത്തനെ ഹുയേ ചാച്ച. ഇപ്പം എത്രയായി ചാച്ച അല്ലേ? അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ദുക്കാൻദാർക്ക് പറയാം 30 റുപ്പയെ. നമ്മൾ 30 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, 30 റുപ്പയെ. അപ്പോൾ റാണി ടീക്ക് ഹേ, ശരി. അപ്പോൾ ഈ ടീക്ക് ഹേ എന്തായാലും പഠിക്കുക. അതുപോലെ തന്നെ ക്യാ ചാഹിയേ, എന്ത് വേണം എന്നുള്ള ആ ഒരു വാക്ക് പഠിക്കുക. ആ വേണം എന്നുള്ളതിനുള്ള വാക്ക് എന്താ? ചാഹിയേ. എന്ത് വേണം എന്നുണ്ടെങ്കിൽ ക്യാ വരും. വേറെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഓർ ക്യാ ചാഹിയേ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. പിന്നെ കിത്തനെ ഹുയെ, എത്രയായി എന്നുള്ള വാക്ക്. ഇത് കുറച്ച് വാക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കടയിൽ പോയിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങാം. ഇപ്പോൾ ഈ ചാവലിന് പകരമായിട്ട് ഒരു കളിപ്പാട്ടം വാങ്ങാനാണ് പോയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോകുന്നു, ക്യാ ചാഹിയെ ബേട്ടി എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് 1 ഗുഡിയ ചാഹിയെ പറയുന്നു. ഓർ ക്യാ ചാഹിയെ, അപ്പോൾ പറയുന്നു എനിക്കൊരു ഗേന്ദും വേണം. എന്നിട്ട് പിന്നെ എന്താണ് ചോദിക്കുന്ന സമയത്ത് ഓർ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയുന്നു? കിത്തനെ ഹുയെ. അപ്പോൾ കിത്തനെ ഹുയെ, അപ്പോൾ ഇത്ര രൂപ അല്ലേ? ഇത്ര രൂപ എന്ന് പറയുന്നു. ടീക്ക് ഹേ എന്ന് പറയുന്നു. സംഭാഷണം വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ? എഴുതാൻ പറ്റും. ഇതിൻ്റെ മോഡൽ ഞാൻ ഒന്നും കൂടി ഇവിടെ കാണിച്ചു തരികയാണ് കേട്ടോ. ഏത് സംഭാഷണം ആവട്ടെ, ഇപ്പോൾ കടയിൽ പോകുന്ന സംഭാഷണമാണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ. നോക്കൂ, ക്യാ ചാഹിയേ, ഒരു കടക്കാരൻ ചോദിക്കുകയാണ് ക്യാ ചാഹിയേ ബേട്ടി. അപ്പോൾ ദുക്കാൻദാർ ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ റാണി പറയുകയാണ് മുझे 1 ഗേന്ദ് ചാഹിയേ, എനിക്കൊരു പന്ത് വേണം. ചാഹിയേ. അപ്പോൾ ദുക്കാൻദാർ വീണ്ടും ചോദിക്കുന്നു ഓർ ക്യാ ചാഹിയേ. അപ്പോൾ പറയുന്നു, റാണി എന്ത് പറയുന്നു? മുझे 1 ഗുഡിയ ബി ചാഹിയേ, എനിക്കൊരു ഗുഡിയയും വേണം. ഇപ്പോൾ ദുക്കാൻദാർ ഓർ
അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ ഓർ ക്യാ ചാഹേ ചോദിക്കാം, അല്ലെങ്കിൽ ഓർ എന്ന് ചോദിക്കാം. അപ്പോൾ റാണി പറയാ കിത്തനെ ഹുയേ, എത്രയായി. ഈ കിത്തനെ ഹുയേ നമ്മൾ പഠിക്കണം കേട്ടോ. കിത്തനെ ഹുയേ. അപ്പോൾ എന്ത് പറയുന്നു ദുക്കാൻദാർ? 50 रुपये. അപ്പോൾ റാണി ടീക്ക് ഹേ. മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊരു സംഭാഷണം വന്നാലും ഈ കിത്തനെ ഹുയേ, ക്യാ ചാഹിയേ, ടീക്ക് ഹേ എന്നൊക്കെയുള്ള ഈ വാക്കുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇതിൽ രണ്ടാമത്തെ പ്രവർത്തനത്തിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഹം കഹാ സേ സാമാൻ ഖരീദ്തേ ഹെ. നമ്മൾ എവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്? ഖരീദിന എന്ന് പറഞ്ഞാൽ വാങ്ങുക. എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഗർ, സ്കൂൾ, ബാസാർ, ജംഗിൾ. എവിടെ നിന്നാണ് വാങ്ങുക? നമുക്കറിയാം അങ്ങാടിയിൽ നിന്നാണ് അല്ലേ. ജംഗിൾ എന്ന് പറഞ്ഞാൽ കാടാണ്, ഗർ വീടാണ്, സ്കൂൾ തന്നെയാണ്. നമുക്കറിയാലോ ഹം ബാസാർ സേ സാമാൻ ഖരീദത്തെ ഹെ. ഹം ബാസാർ സേ സാമാൻ ഖരീദത്തെ ഹെ. നമ്മൾ പഠിച്ചു വയ്ക്കുക, ആ വേർഡൊക്കെ പഠിച്ചു വയ്ക്കുക. ബാസാർ ഇല്ല, അതിന് പകരം ദുക്കാനാണ് തന്നെന്നുണ്ടെങ്കിൽ അതായിരിക്കും വരിക. ഓക്കെ. മൂന്നാമത്തേത് 3 എ ആണ് കേട്ടോ. അപ്പോൾ 3 എയും ബിയും ഉണ്ട് എന്നാണ് അർത്ഥം. നോക്കൂ, ഗർ വാപ്പസ് ആക്കർ റാണി എ കഹാനി പഠനെ ലഗി. വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം റാണി ഒരു കഥ വായിക്കാൻ തുടങ്ങി. ജംഗിൾ മേ ഏക്ക് ഹിരൺ രഹത്താത്ത. കാട്ടിലൊരു മാൻ താമസിച്ചിരുന്നു. വോ ഏക്ക് ഗർ ബനാന ചഹത്താത്ത. അവനോ അല്ലെങ്കിൽ അവളൊരു എന്താഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഗർ ബനാനെ മേ ഹിരൺ കി ദോസ്തോ മിസേ മദത് കിയ. വീടുണ്ടാക്കാനായിട്ട് ഹിരണിൻ്റെ ദോസ്തുക്കൾ അവളെ സഹായിച്ചു. ബക്കരി ഗാസിലായ. ബക്കരി എന്ത് കൊണ്ടുവന്നു? പുല്ല് കൊണ്ടുവന്നു. ഓർ ബന്ദർ ലക്കടിയിലായ. ലക്കടി മരം കൊണ്ടുവന്നു കൊരങ്ങച്ചൻ. ഹർഗോഷ് ലക്കടി കോ അപ്പനെ ദാന്തോ സേ കാട്ട് ദിയ. ഹർഗോഷ് എന്ത് ചെയ്തു? ലക്കടിയെ തൻ്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു മുറിച്ചു കൊടുത്തു അല്ലേ. ഓർ കുത്ത ഗർക്കി ചോക്കിദാർ ബനായ. പിന്നെയോ കുത്ത എന്ത് ചെയ്തു? വീടിൻ്റെ കാവൽക്കാരനായി. സബിനെ മിൽക്കർ ഏക്ക് അച്ഛാ അഗർ ബനായ. എല്ലാവരും ചേർന്നൊരു നല്ല വീട് ഉണ്ടാക്കി. ഇനി കഹാനി പഠിക്കർ സവാലോ കെ ജവാബ് ലിഖിയേ. എന്താ ചെയ്യേണ്ടത്? കഥ വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ഹിരൺ കഹാ രഹത്താത്ത. എന്താണ് ആദ്യത്തെ ചോദ്യം? ഹിരൺ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക? നോക്കൂ, ഹിരൺ എന്നുള്ള വാക്ക് ഈ ചോദ്യത്തിലെ രഹത്താത്ത എന്നുള്ള വാക്കും നമ്മൾ നോക്കുക. ആ രഹത്താത്ത എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. കണ്ടോ? അപ്പോൾ ഹിരൺ എന്നുള്ള വാക്കും ഇവിടെയുണ്ട്. ഹിരൺ രഹത്താത്ത. അപ്പോൾ ഇതിലുള്ളത് ഏതാ? ജംഗിൾ മേ അല്ലേ. കഹാം എവിടെയാണ്. കഹാ എന്നുള്ളതിന് എവിടെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ജംഗിൾ മേ ഏക്ക് ഹിരൺ രഹത്താത്ത. കാട്ടിലാണ് ഒരു മാന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്തെഴുതും? ഹിരൺ ജംഗിൾ മേ രഹത്താത്ത. മനസ്സിലായോ? ഹിരൺ ജംഗിൾ മേ രഹത്താത്ത. ഓക്കെ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം? ചോദ്യത്തിൻ്റെ അവസാനവും തുടക്കവും ഒക്കെ നോക്കിയിട്ട് ആ വരി എവിടെയാണ് എന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് അവിടെ ചോദ്യത്തിലില്ലാത്ത ഒരു വാക്ക് എന്തായിരിക്കും ഉണ്ടാവുക? അവിടെ ഉണ്ടാവും അല്ലേ. ചോദ്യത്തിലില്ലാത്ത വാക്ക് ഇവിടെ ജംഗിൾമയാണ്, അതിവിടെ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ കഹ എന്നുള്ള അല്ലെങ്കിൽ ഏതാണോ ചോദ്യപദം അതിന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ആ ഒരു വേർഡ് കൊണ്ടുപോയി എഴുതും. മനസ്സിലായോ? എന്നിട്ട് അതിനെ പൂർണ്ണമാക്കിയിട്ട് അങ്ങനെ ആ വരി മൊത്തമായി എഴുതി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം ശരിയാക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി അടുത്തതും കൂടി നോക്കാം, അപ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. കോൻ ഗർ ബനാന ചാഹത്താത്ത. കോൻ ഗർ ബനാന ചാഹത്താത്ത. ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. അർത്ഥം അറിയുന്നവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും, അല്ലാത്തവരെന്ത് ചെയ്യണം? ഈ ചോദ്യത്തിൻ്റെ അവസാനം നോക്കൂ. ചോദ്യത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഈ ചോദ്യം ഇങ്ങനെ നോക്കുക അല്ലേ. ബനാന ചാഹത്താത്ത. ഇതിലെവിടെയാണ് ഈ സംഭവം ഉള്ളത്? ഇതാ ഇവിടെയാണ്. ബനാന ചാഹത്താത്ത അല്ലേ. അപ്പോൾ വോ ഏക്ക് ഗർ ബനാന ചാഹത്താത്ത. അപ്പോൾ ഈ വോ എന്ന് പറഞ്ഞത് ആരെയാണ്? ഈ ഹിരണ്യാണ്. മനസ്സിലായോ? അപ്പോൾ ഹിരൺ ഗർ ബനാന ചാഹത്താത്ത. മനസ്സിലായോ? ഇനി ബക്കരി ക്യാ ലായ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബക്കരി ക്യാ ലായ.
അപ്പോൾ ബക്കരി ക്യാ ലായ എന്നുള്ള ബക്കരി എന്ന് തുടങ്ങുന്ന ലായയിൽ അവസാനിക്കുന്ന സെൻറ്റൻസ് എവിടെയാണുള്ളത്? ബക്കരി ലായ. കണ്ടോ? അപ്പോൾ നമുക്ക് എഴുതാം ബക്കരി ഗാസ് ലായ. അപ്പോൾ തുടക്കവും ഒടുക്കവും നമ്മൾ നോക്കണം. ഇനി കോൻ ലക്കടി കോ കാട്ട് ദിയ. അപ്പോൾ ഈ കാട്ട് ദിയ എന്നുള്ള വാക്ക് ഇവിടെ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഫുൾ സ്റ്റോപ്പിന് ശേഷം ഇവിടുന്ന് ഹർഗോഷ് മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഹർഗോഷ് ലക്കടി കോ അപ്പനെ ദാന്തോ സേ കാട്ട് ദിയ. മനസ്സിലായോ? അല്ലെങ്കിൽ ഹർഗോഷ് ലക്കടി കോ കാട്ട് ദിയ എന്ന് എഴുതിയാലും മതിയാകും. അപ്പോൾ എപ്പോഴും ചോദ്യവും അതുപോലെ തന്നെ ചോദ്യത്തിൻ്റെ തുടക്കവും ഒടുക്കവും നോക്കുക. എന്നിട്ട് ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഭാഗം അവിടെ പോയിട്ട് ഈ വരി കണ്ടുപിടിച്ച് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഉത്തരം കണ്ടുപിടിക്കണം. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട്. ആ 2 മണിക്കൂർ എങ്ങനെയെങ്കിലും തീർക്കണം പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അങ്ങനെയുള്ളവരോടല്ല ഈ പറയുന്നത് അല്ലേ. അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റി വെച്ചിട്ട് ആ 2 മണിക്കൂർ എനിക്ക് മാക്സിമം നന്നായി ഉപയോഗിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ നിങ്ങൾ ഇരിക്കുക. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്തത് ഇതിൽ 2ാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് കിസി 4 ജാൻവറോ കെ നാം ലിഖിയേ. എന്താ പറഞ്ഞത്? ഏതെങ്കിലും 4 ജാൻവറുകളുടെ പേരെഴുതൂ. നമുക്ക് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലേ ശരിക്കും. ഈ കഥയിൽ തന്നെ ഉണ്ട് ഇത് എല്ലാം. നോക്കൂ, 4 ജാൻവറുകളുടെ പേര് ഏതൊക്കെയാണ്? ഹിരൺ ഉണ്ട്, ബക്കരി ഉണ്ട്, അതുപോലെ തന്നെ ബന്ദറുണ്ട്, ഹർഗോഷ് ഉണ്ട്, കുത്തയുണ്ട്. ഇതെല്ലാം എന്താ? ജാൻവറുകളാണ്. ഈ കഥയിൽ തന്നെയുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗമാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. ഈ ജാൻവറുകൾ തന്നെ 2 തരത്തിലുണ്ടല്ലോ. പാൽത്തു ജാൻവർ ഉണ്ട്, അഥവാ വളർത്തു മൃഗങ്ങൾ. ജംഗലി ജാൻവർ ഉണ്ട്, അഥവാ എന്താ? വന്യമൃഗങ്ങൾ അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം കേട്ടോ. ഈ എന്താ പറയുക, ഈ ഹെഡിങ്ങിൻ്റെ അർത്ഥം മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലാം മാറിപ്പോകും. പാൽത്തു എന്ന് പറഞ്ഞാലാണ് വളർത്തു കേട്ടോ. പാൽത്തു വളർത്തു. ജംഗലി എന്ന് പറഞ്ഞാൽ വന്യമൃഗം, കാട്ടിലെ മൃഗങ്ങൾ. അപ്പോൾ ഇതിലേതൊക്കെയാണ് വരിക? കുത്ത, ബില്ലി, ഞാൻ നല്ലിന്ന് എഴുതിപ്പോയി അല്ലേ. ബില്ലി, ബക്കരി, ഇതെല്ലാം എന്താ? പാൽത്തു ജാൻവറാണ്. ഹർഗോഷ്. ഇനിയിപ്പോൾ ഹിരൺ, ബന്ദർ, അതുപോലെ തന്നെ വേറെ ആരാണ്? ഷേർ, ഹാത്തി. ഇങ്ങനെയുള്ളതൊക്കെ ആരാ? ഇങ്ങനെയുള്ളതൊക്കെ ജംഗ്ലി ജാൻവറാണ്. അപ്പോൾ പാൽത്തു ജാൻവറും ജംഗ്ലി ജാൻവറും പഠിച്ചു വെക്കുക. ചിലപ്പോൾ കുറേ മൃഗങ്ങളുടെ പേര് തന്നിട്ട് അത് തരം തിരിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയണം. അപ്പോൾ ഹെഡിങ് മാറരുത്, ഒരിക്കലും ഹെഡിങ് മാറരുത്. പാൽത്തു വളർത്തു, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്തത് മാറില്ല. ഓക്കെ. ഇത് 3ാമത്തെ ബി ആണ് കേട്ടോ. നോക്കൂ, ഈ നീല നീല സമന്ദർ ഹേ, ടണ്ടി ടണ്ടി ഹവായി ചൽ രഹി ഹേ. നമുക്ക് ഈ പാഠം ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലേ. സമന്ദർ കി സേർ എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. ആസ്മാൻ മേ പരിന്ദേ ഉഡ് രഹേ ഹേ, സമന്ദർ മേ ലഹരെ ഉഡ് രഹി ഹേ, പാനി മേ കഷ്തിയാ ചൽ രഹി ഹേ, മച്ചീരെ മച്ചലിയാ പക്കട് രഹി ഹേ. എന്താ പറഞ്ഞത്? ഇത് നീല നിറത്തിലുള്ള സമുദ്രമാണ്. ടണ്ടി ടണ്ടി ഹവായെ, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ആസ്മാൻ മേ പരിന്ദേ ഉഡ് രഹേ ഹേ, ആകാശത്തിൽ പരിന്ത പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുന്നു. സമന്ദർ മേ ലഹരെ ഉഡ് രഹി ഹേ, അതുപോലെ തന്നെ സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പാനി മേ കഷ്തിയാ ചൽ രഹി ഹേ, അതുപോലെ തന്നെ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കഷ്തികൾ അല്ലേ, തോണികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മച്ചീരെ മച്ചലിയ പക്കഡ് രഹി ഹേ, മീൻ പിടുത്തക്കാർ മീനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ബയാനിയാണ്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൽ നിന്ന് എന്താ പറഞ്ഞിട്ടുള്ളത്? ബയാനിയ പടുക്കർ സവാലോം കെ ജവാബ് ലിഖി. നമ്മൾ അപ്പളേനെ കഹാനി പടുക്കറാണ് എന്ത് ചെയ്തത്? സവാലോം കെ ജവാബ്, സവാല് ചോദ്യം, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ എഴുതിയത് അപ്പോഴേനെ കഥ വായിച്ചിട്ടാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ബയാനിയ വിവരണം വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഉത്തരം എഴുതാൻ പോവുകയാണ്. ആദ്യത്തേത്
സമന്തർ കാ രംഗ് ക്യാ ഹേ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. സമന്തർ സമുദ്രത്തിൻ്റെ രംഗ് നിറം ക്യാ ഹേ എന്താണ്? നമുക്ക് എഴുതാലോ അല്ലേ? നീല ആണ്. ദാ ഈ നീല നീല സമന്തർ ഹേ. സമന്തർ ഇവിടെയാണുള്ളത്. അപ്പോൾ സമന്തർ കാ രംഗ് നീല ഹേ. ഇവിടെ രണ്ടൊന്ന് വന്നിട്ട് സംശയിക്കരുത് കേട്ടോ. ഇത് മെയിനായിട്ടുള്ള ചോദ്യത്തിൻ്റെ നമ്പറാണിത്. അതിൽ നിന്നുള്ള സബ് ചോദ്യങ്ങളുടെ നമ്പറാണിത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ABC അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വരിക കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. കോൻ മച്ചലിയ പക്കട് രഹേ ഹേ. ആരാണ് മച്ചലിയാൻ പിടിക്കുന്നത്? ആരാണ് മീനിനെ പിടിക്കുന്നത്? അപ്പോൾ ഈ പക്കട് രഹേ ഹേ എന്നുള്ളത് എവിടെയാണ് ഉള്ളത് നോക്കൂ. ഇതാ ഇവിടെയുണ്ട് പക്കട് രഹേ ഹേ മച്ചലിയ. അപ്പോൾ ഇതവിടെ എന്താ? മച്ചീറേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ സെൻറ്റൻസ് തന്നെയാണ്. കോൻ മാറ്റുന്നു, മച്ചീറേ മച്ചലിയ പക്കട് രഹേ ഹേ. മനസ്സിലായോ? ഇനി പരിന്തേ കഹ ഉഡ് രഹേ ഹേ. പക്ഷികൾ എവിടെയാണ് പറക്കുന്നത്? പരിന്ത എന്നുള്ള വാക്ക് എവിടെയാണുള്ളത് നോക്കൂ. എന്താ ഇവിടെയാണ്. ഉഡ് രഹേ ഹേ ഇവിടെയാണ്. അപ്പോൾ ഇതിന് മുന്നിലുള്ള വാക്കാണ് ഇതിൻ്റെ ഉത്തരം എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. പരിന്തേ ആസ്മാൻ മേ ഉഡ് രഹേ ഹേ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത് കഥ വന്നാലും ശരി, വിവരണം വന്നാലും ശരി, എന്ത് വന്നാലും, ഇനിയിപ്പോൾ ഒരു കവിത വന്നാലും ശരി, നമ്മൾ ചോദ്യം നോക്കുക. ചോദ്യത്തിൻ്റെ തുടക്കവും ഒടുക്കവും ഒക്കെ നോക്കിയിട്ട് ആ വരി ഏതാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് വേണം അതിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ? ഉത്തരം എഴുതാൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ഹിന്ദുസ്ഥാൻ കെ ബാബായെ കൗം കോൻ ഹേ എന്നാണ് ഇതിലെ രണ്ടാമത്തെ ചോദ്യം. ഹിന്ദുസ്ഥാൻ കെ ബാബായെ കൗം ആരാണ്? രാഷ്ട്രപിതാവ് ആരാണ്? ഗാന്ധിജിയാണ് അല്ലേ? നമുക്കറിയാം ഹിന്ദുസ്ഥാൻ കെ ബാബായെ കൗം ഗാന്ധിജി ഹേ. ഗാന്ധിജിയെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഉണ്ട് അല്ലേ? ഗാന്ധിജിയെ നമ്മൾ ഗാന്ധിജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജീൻ്റെ മുഴുവൻ പേരെന്താ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അല്ലേ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂരാനാം. ഇനി ഇദ്ദേഹത്തിനെ കുറിച്ച് മാത്രമല്ലല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, വേറെ ആരെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? കാക്കാ കലേൽക്കർ ആരാണ്? ഗാന്ധിജീൻ്റെ ദോസ്തായിരുന്നു അല്ലേ? ആ പെൻസിൽ കാണാതെയുള്ള ആ ഒരു കഥയുണ്ടല്ലോ, അൻമോൽ തൊഹ്ഫ. കാക്കാ കലേൽക്കർ ഗാന്ധിജിയുടെ ഫ്രണ്ടാണ്, ദോസ്താണ് അല്ലേ? ഇനിയിപ്പോൾ അതല്ലാതെ അബുൽ കലാം ആസാദിനെ കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. അബുൽ കലാം ആസാദ് അഥവാ മൗലാന അബുൽ കലാം ആസാദ് ആരായിരുന്നു? വസീറെ താലീം ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വസീറെ താലീം, വിദ്യാഭ്യാസ മന്ത്രി, പഹല വസീറെ താലീം. ഇനിയിപ്പോൾ നെഹ്റുവിനെ കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ? നെഹ്റു, ജവഹർലാൽ നെഹ്റു എന്നാണ് എന്ത് പൂർണ്ണമായ പേര്. അദ്ദേഹം ആരായിരുന്നു? ഹിന്ദുസ്ഥാൻ കെ വസീറെ ആസം ആയിരുന്നു. മനസ്സിലായോ? വസീറെ ആസം, പ്രധാനമന്ത്രിയായിരുന്നു. ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആര്യ നെഹ്റു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൗമി ലീഡറിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഗാന്ധിജിയാണ് ബാബായെ കൗം. വസീറെ ആസം പ്രധാനമന്ത്രി ആയിരുന്നത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്? നമ്മുടെ ആസാദ്. അപ്പോൾ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത് കേട്ടോ. ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇനി അടുത്തത് സർഗർമി 4 കേട്ടോ. 4ാമത്തെ സർഗർമിയാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഹാന അലിഫ് കോ ഹാന ബേ സെ ജോഡ് കർ ലിഖിയെ. അലിഫ് എന്ന ഈ കോളം ഈ ബി കോളവുമായിട്ട് എന്ത് ചെയ്യണം? ഈ ബേ കോളവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യോജിപ്പിച്ച് എഴുതണം. മച്ചേറ, ദർസി, കിസാൻ, ഉസ്താദ്. മച്ചേറ നമുക്കറിയാം മീൻപിടുത്തക്കാരനാണ് അല്ലേ? മീൻപിടുത്തക്കാരൻ. ദർസി ടൈലറാണ്. കിസാൻ കൃഷിക്കാരനാണ്. ഉസ്താദ് ആരാ? അധ്യാപകനാണ് അല്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ തൊഴിലാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഇൽമ പഠാത്തേഹെ, അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? നമുക്കറിയാം ഉസ്താദാണ്. ഇനിയിപ്പോൾ മച്ചേറയാണ് എന്ത് ചെയ്യുന്നത്? മച്ചലി പക്കടത്താഹെ, മീൻ പിടിക്കുന്നു. ദർസി എന്താ ചെയ്യുന്നത്? കപ്പടേ സുലാത്തേഹെ. കിസാൻ എന്ത് ചെയ്യുന്നു? തർക്കാരിയ ഉഗാത്തേഹെ, പച്ചക്കറികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നമ്മളിത് മാച്ച് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓരോരുത്തരുടെയും എന്താണെന്ന് പറഞ്ഞാൽ അത് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് ഇതിൽ ഹം കിസ് അജ്സാ സേ ദേഖ്തേ ഹെ, നമ്മൾ ഏത് രണ്ടാമത്തെ ഹം കിസ് അജ്സാ സേ ദേഖ്തേ ഹെ,
നമ്മൾ ഏത് അവയവം കൊണ്ടാണ് കാണുന്നത്? കാണുന്നത് ഏത് അവയവം കൊണ്ടാണ്? നമുക്കറിയാം ദേഖ്ന ചെയ്യുന്നത് കിസ് അജ്സ ആണ്. ഹം ആങ്ക് സേ ദേഖ്തേ ഹെ. അപ്പം ഈ ഒരു അവയവങ്ങൾ മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇതിന് മുന്നേ നമ്മൾ വേറെയും കുറേ പഠിച്ചിട്ടുണ്ട്. കാൻ പഠിച്ചിട്ടില്ലേ? കാൻ ചെവി. ചെവി കൊണ്ട് എന്ത് ചെയ്യണു? സുൻതേ ഹെ. കാൻ സേ സുൻതേ ഹെ അല്ലേ, കേൾക്കുന്നു. കാൻ ചെവി. ഇനി നാക്ക് സേ സൂങ്ക്തേ ഹെ. നാക്ക് സേ സൂങ്ക്തേ ഹെ. ഇനി അടുത്തത് എന്താ? ഹാത്ത് സേ കാം കർത്തേ ഹെ. ജോലി ചെയ്യുന്നു. ഇനി പയർസേ. പയർസേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാലുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചൽത്തേ ഹെ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലോ. ഇനി അതുപോലെ തന്നെ ദാന്ത് സേ. പല്ലുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദാന്ത് സേ ചബാത്തേ ഹെ. ചിലപ്പോൾ ഇത് മാച്ച് ചെയ്യാൻ വന്നൂടെ? ഇത് ചിലപ്പോൾ മാച്ച് ചെയ്യാൻ വരാം. നമ്മൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ചിത്രങ്ങൾ തന്നൂടെ? ഈ അജിസാകളുടെ ചിത്രം തന്നിട്ട് ഇത് എന്താ അതിൻ്റെ പേരെന്ന് എഴുതാൻ പറഞ്ഞൂടെ? അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ തരണമെന്നില്ല. ഇവരുടെയൊക്കെ ചിത്രം തന്നിട്ട് അതിൻ്റെ താഴെ ഇത് ആരാണെന്ന് പേരെഴുതാൻ പറഞ്ഞൂടെ? അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുക അത് കേട്ടോ, എന്താണ് എന്നുള്ളതൊക്കെ. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മീൻ പിടിക്കുന്ന ഒരു ചിത്രം തരാം. അല്ലെങ്കിൽ തുണി അടിക്കുന്ന ഒരു ചിത്രം തരാം. പച്ചക്കറികൾ ഉണ്ടാക്കുന്ന ചിത്രം, അതുപോലെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ചിത്രം. അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതുപോലെ കുംഹാറുണ്ട് അല്ലേ. കുംഹാറുണ്ട്, സനാറും ഉണ്ട്. കുംഹാർ പറഞ്ഞാൽ മൺപാത്രക്കാരനാണ്, മൺപണിക്കാരനാണ് അല്ലേ, മൺപാത്രം ഉണ്ടാക്കുന്ന ആൾ. അതുപോലെ തന്നെ സ്വർണ്ണപ്പണിക്കാരനാണ് സനാർ. അപ്പോൾ ഇതെല്ലാം തരാം. അപ്പോൾ ഇവരുടെ ചിത്രം വേണമെങ്കിൽ തരാം, അല്ല ഇങ്ങനെ മാച്ച് ചെയ്യാനാണെങ്കിൽ തരാം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് പഠിച്ചു, ഇത് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് ചോദിക്കും. അപ്പം നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് പക്കയായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏത് രീതിയിൽ വന്നാലും നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. സർക്കസ് ആയ ബച്ചോ ने है शोर मचाया, तोता ने भी गाड़ी चलाई, घोड़ा ने भी दौड़ लगाई, आग के गोले जलते देखे, കൂതത്തെ ജിൻസെ കുത്താ ദേക്കെ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു പാഠമാണ്, അല്ലെങ്കിൽ ഒരു പാട്ടാണ് അല്ലേ, ഒരു ഗീതമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പാട്ട് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. വേറെ ഏത് പാട്ട് വേണമെങ്കിലും തരാം. ഏത് പാട്ട് വന്നാലും അതിനെക്കുറിച്ച് ആകെ ചോദിക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഇത് ഏതിനെക്കുറിച്ചുള്ളതാണ് അല്ലേ, അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ഗീതാണെന്ന് ചോദിക്കും. അതിൽ നിന്നുള്ള ഹമാവാസ് അൽഫാസ് ചോദിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ആശയം എഴുതാൻ ചോദിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ബച്ചോ ഈ ഗീത് ഓർ സേ പഠിയേ ഓർ സവാലോം കെ ജവാബ് ലിഖിയേ. അതാണ് പ്രവർത്തനം. ഇത് നമ്മൾ നന്നായി വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ത് ചെയ്യണം? എഴുതണം. നോക്കൂ, ആദ്യത്തേത് ഈ ഗീത് കിസ്കെ ബാരെ മേ ഹെ. ഈ ഗീത് എന്തിനെ കുറിച്ചുള്ളതാണ്? നമുക്കറിയാം, ആദ്യം തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കസ് ആയ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണത്? സർക്കസിനെ കുറിച്ചുള്ളതാണ് അല്ലേ. നമുക്കറിയാം ഈ ഗീത് സർക്കസ് കെ ബാരെ മേ ഹെ. ഈ ഗീത് സർക്കസ് കെ ബാരെ മേ ഹെ. ഗീത് പഠിക്കർ സർക്കസ് കെ ബാരെ മേ ലിഖിയേ. ഈ ഗീത് വായിച്ചിട്ട് സർക്കസിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇതിൽ സർക്കസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ഏത് കവിത തന്നാലും അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ, നമ്മൾ പഠിക്കാത്തൊരു കാര്യമാണ് തന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പഠിക്കാത്തൊരു കവിതയാണ് തന്നതെന്നുണ്ടെങ്കിൽ ഏത് വന്നാലും നമുക്ക് എങ്ങനെയാണ് എഴുതുക എന്നുള്ളൊരു മാർഗ്ഗമാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. നോക്കൂ, ഇങ്ങനെ എഴുതാം കേട്ടോ. നോക്കൂ, സർക്കസ് ആയാ ഹേ അല്ലേ, സർക്കസ് ആയാ ഹേ. പിന്നെ ബച്ചോ നേ ഹേ ഷോർ മച്ചായ എന്നുള്ളത് എങ്ങനെ എഴുതാം? ബച്ചോ നേ ഷോർ മച്ചായ ഹേ. മനസ്സിലായോ? ഹേ അവസാനം വന്നു. തോത്താ നേ ബി ഗാഡി ചലായി. അപ്പം നമുക്ക് എന്തെഴുതാം? തോത്താ നേ ഗാഡി ചലായി. സർക്കസ് മേ അല്ലേ, സർക്കസിൽ തോത്ത എന്ത് ചെയ്തു? ഗാഡി ചലായി. घोड़ा ने दौड़ लगाई.
ദൗഡ് ലഗായി. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതിയാൽ മതി. ആ സെൻറ്റൻസിൽ അവസാനം ഹേ ഉണ്ടെങ്കിൽ ഹേ അവസാനം വരുത്തിയിട്ട് എന്തിനെക്കുറിച്ചാണോ എഴുതേണ്ടത് അത് തുടക്കത്തിൽ എഴുതി കഴിഞ്ഞാൽ എന്തായി, നമുക്ക് വളരെ വൃത്തിയായിട്ട് ഇതിനെക്കുറിച്ചുള്ള വരികളിൽ എന്താണ് പറഞ്ഞാൽ എഴുതാൻ പറ്റും. മനസ്സിലായോ? നിങ്ങളെ കൊണ്ട് എന്താണോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഇതിൽ ഹമാവാസ് അൽഫാസുകളുണ്ടല്ലോ. ദ, ചലായി, ലഗായി, ആയ, മച്ചായ, അതുപോലെ തന്നെ ജൽത്തെ, കൂതത്തെ എന്നുള്ളതൊക്കെ എന്താണ് ഇതിലെ ഹമാവാസ് അൽഫാസുകളാണ്. അപ്പോൾ ഏതിലെങ്കിലും ഒരു കവിത തന്നിട്ട് ഹമാവാസ് അൽഫാസ് കണ്ടുപിടിക്കാനും പറയാം, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതും പഠിച്ചു വെക്കണം കേട്ടോ, ഹമാവാസ് അൽഫാസ്. ഓക്കെ, ആറാമത്തെ സർഗർമി. 6 ഓപ്ഷൻ ഉണ്ട്, 6 എ ഉണ്ട് കേട്ടോ, എയും ബിയും ഉണ്ട്. ഇവിടെ ബലൂണ്, പട്ടം, പൂക്കൾ, വാഹനങ്ങൾ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് തരുന്നത് എങ്ങനെയായിരിക്കും, ഇവയുടെയൊക്കെ ചിത്രമായിരിക്കും തരിക അല്ലേ. ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ തരാറുണ്ടല്ലോ, സാധാരണഗതിയിൽ കാണുന്ന ക്വസ്റ്റ്യനാണ്. അത് തന്നതിന് ശേഷം എന്ത് പറയും, അതിൻ്റെ പേരുകൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ ഇവിടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്, ഗാഡിയ, ഉബാറ, പതങ്ക്, പൂലോ. ഇനി എന്ത് ചെയ്യണം, ഊപ്പർ ദിയേ ഗയേ തസ്വീറോം കെ നാം ലിഖിയേ. തൽക്കാലം ഇത് ചിത്രമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഈ ബലൂണിന് എന്താ നമ്മൾ പറയുക, ബലൂണിനെ പറയുക ഉബാറ, ബലൂണിനെ പറയുന്നത് ഉബാറയാണ്. പട്ടത്തിനെ പറയുക പതങ്കാണ്, പട്ടത്തിന് എന്താ പറയുക പതങ്ക്. പൂക്കളിനെ പറയുന്നതാണ് പൂലോ. വാഹനങ്ങളാണ് ഗാഡിയ. മനസ്സിലായല്ലോ? അപ്പോൾ ആ ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ താഴെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വാക്കുകൾ നമുക്ക് കിട്ടണം. അത് പഠിച്ചു വയ്ക്കുക. ഇനി അൽഫാസ് കി മദദ് സെ പാർക്ക് കെ ബാരെ മേ ജുംലെ ലിഖിയേ. ഈ വാക്കുകളുടെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യണം, പാർക്കിനെ കുറിച്ച് ജുംല തയ്യാറാക്കണം. പാർക്കിനെ കുറിച്ച് തയ്യാറാക്കാനാണ് ഇതെല്ലാം തന്നത്. നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ, പാർക്ക് മേ പൂലോ ഹേ അല്ലേ, പാർക്ക് മേ പൂലോ ഹേ. പിന്നെ പാർക്ക് മേ ബച്ചോ ഹേ, കുട്ടികളുണ്ട്, ബച്ചോ. ഉബാറ ഉടുത്തേ ഹേ. പിന്നെയോ പാർക്ക് ഖൂബ്സൂറത്ത് ഹേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പാർക്ക് മേ ബച്ചോ പതംഗ് ഉഡാത്തേ ഹേ, പാർക്ക് മേ എന്താ പറയുക കേൽനെ കെ ലിയേ ബഹുത്ത് ഗാഡിയാ ഹേ, അങ്ങനെയൊക്കെ എഴുതാം. അതൊക്കെ കുറച്ച് അറിയുന്നവർ എഴുതുക. അല്ലാത്തവരിങ്ങനെ പാർക്ക് ഖൂബ്സൂറത്ത് ഹേ, പാർക്ക് മേ പൂലോ ഹേ, അല്ലെങ്കിൽ പാർക്ക് മേ ബാ ഹേ, അങ്ങനെ എഴുതാം. പാർക്ക് മേ ബാ ഹേ എഴുതാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്യുക, സെൻറ്റൻസുകൾ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ പാർക്കിനെ കുറിച്ച് എഴുതാൻ പഠിക്കണം എന്നാണ് ഇതിലൂടെ പറഞ്ഞത്. ഇനിയിപ്പോൾ ബാഇനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാ മേ ഉബാറാ ഹേ, അല്ല ബാ മേ പൂലോ ഹേ, അതുപോലെ തന്നെ ബാ ഖൂബ്സൂറത്ത് ഹേ, ബാ രംഗ് ബരംഗി ഹേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. ഇതിൽ 6 ബി എന്താണ്, 6 ബി ചോദ്യം. അതിൽ ഒന്നാമത്തെ ഇതാണ്, ഗാഡിയോ കെ നാം ലിഖിയേ, വാഹനങ്ങളുടെ പേരെഴുതുക. വാഹനങ്ങളുടെ പേര് എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കൂ. പടരി പർ മേ ചൽത്തി ഹും, ഹർ സ്റ്റേഷൻ പർ രുക്തി ഹും. ഞാൻ ആരാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. പടരി പാളത്തിലൂടെ ഞാൻ പോകുന്നു, സ്റ്റേഷനിൽ ഞാൻ നിൽക്കുന്നു അല്ലേ. ആരാണത്, നമുക്കറിയാം റെയിൽ ഗാഡിയാണെന്നുള്ളത്. റെയിൽ ഗാഡിയാണ് അതിൻ്റെ പേര്. അപ്പോൾ വാഹനങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അടുത്തത് മേ ഹവാ മേ ചൽത്തി ഉടുത്തീഹും, ഞാൻ വായുവിൽ പറക്കുന്നു. ഹവായി അഡ്ഡെ, എയർപോർട്ടിൽ ഞാൻ നിൽക്കുന്നു. ഞാൻ ആരാണ്, ഹവായി ജഹാസാണ്. ഇനി ഇത് മാത്രമല്ല അല്ലേ, നമ്മൾ ബസ്സിൻ്റെ പഠിച്ചിട്ടുണ്ട്. ബസ് എങ്ങനെയാണ്, സടക്ക് പർ ചൽത്തി ഹും, സടക്ക് പർ ചൽത്തി ഹും. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് പർ അല്ലേ, ബസ് സ്റ്റാൻഡ് പർ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേമാതിരി പാനീമയാണ് ആര്, ജഹാസാണെന്നുണ്ടെങ്കിൽ, കപ്പലാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ബന്ദർഗാഹിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, നമ്മളത് പഠിച്ചു വെക്കണം കേട്ടോ. കുറച്ച് വാഹനങ്ങളുടെ പേരുമായി അത് ഏതിലൂടെയാണ് പോകുന്നതെന്നുള്ളതും. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാച്ച് ചെയ്യാനായിട്ട് തന്നെ ചോദിക്കാൻ പറ്റും. ഓരോ ഇവിടെ ഇപ്പോൾ വിമാനത്തിൻ്റെ ചിത്രം തന്നു, കപ്പലിൻ്റെ ചിത്രം തരിക, റെയിൽ ഗാഡി, ബസ്സൊക്കെ തന്നു. എന്നിട്ട് ഇപ്പുറത്ത് വെള്ളത്തിൻ്റെ ചിത്രം, ആകാശത്തിൻ്റെ ചിത്രം, റോഡിൻ്റെ ചിത്രം, പാളത്തിൻ്റെ ചിത്രമൊക്കെ തന്നിട്ട് മാച്ച് ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് അറിയണം.
എന്നിട്ട് അത് വെച്ച് ജുംല തയ്യാറാക്കാൻ പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. റെയിൽ ഗാഡി പടരി പർ ചൽത്തി ഹേ അല്ലേ? എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ തീവണ്ടീൻ്റെ ചിത്രം തന്നു എന്ന് വിചാരിക്കുക. ഇവിടെ റെയിൽപ്പാളത്തിൻ്റെ ചിത്രവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മാച്ച് ചെയ്തിട്ട് ജുംലയാക്കി എഴുതണമെങ്കിൽ റെയിൽ ഗാഡി പടരി പർ ചൽത്തി ഹേ. ഇനി ജഹാസ് ആണെങ്കിൽ ജഹാസ് പാനി മേ ബഹത്തി ഹേ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി അടുത്തത് ഇതിൽ കിസി ഏക്ക് പരിന്തേക്ക് ബാരേ മേ ജുംലെ ലിഖി എന്നാണ് തന്നിട്ടുള്ളത്. ഈ വാഹനങ്ങളുടെ പേര് ഏതാ തന്നു. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷിയെക്കുറിച്ച് ജുംല തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പരിന്ത, പക്ഷി. അപ്പോൾ പരിന്തകൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. തോത്ത, അതുപോലെ തന്നെ കവ്വ, മുർ അല്ലേ, മുർ ഈ കബൂത്തറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ജുംല തയ്യാറാക്കുക? അപ്പോൾ ഞാൻ തോത്തയെക്കുറിച്ചാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. മേരാ പസന്ദീദ പരന്ത, മേരാ പസന്ദീദ പരിന്ത തോത്ത ഹേ. എൻ്റെ ഇഷ്ടപ്പെട്ട പക്ഷി തോത്തയാണ്. ഇതിപ്പോൾ ജാൻവറിനെ കുറിച്ച് വേണമെങ്കിലും ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. മേരാ പസന്ദീദ ജാൻവർ, ഏതാണോ ജാൻവർ ആ ജാൻവറിൻ്റെ പേര്. പിന്നെ യേ ഹൂബ്സൂറത്ത് ഹേ, ഇത് ഭംഗിയുള്ളതാണ്. മൃഗത്തിനും ഇത് എഴുതിക്കൂടെ? യേ ഹൂബ്സൂറത്ത് ഹേ. ഇനി ഇസ്കാരംഗ്, ഇസ്കാരംഗ് ഇതിൻ്റെ നിറം എന്താ? ഹരാ ഹേ. കുറച്ച് നിറങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. ഹര, നീല, കാല, പീല അല്ലേ, ലാല്, അതൊക്കെ നമ്മൾ സഫേദൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? മൃഗത്തിനെ കുറിച്ച് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഞാൻ ഹാത്തിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ മേരാ പസന്ദീദ ജാൻവർ ഹാത്തി ഹേ, യേ ഹൂബ്സൂരത്ത് ഹേ, ഇസ്കാ രംഗ് കാലാ ഹേ. മനസ്സിലായോ? ഇതേ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം എഴുതാൻ പറ്റും. ഈ പരിന്ത മാറ്റി, അതുപോലെ തന്നെ അതിൻ്റെ പേരും മാറ്റുക, അതുപോലെ തന്നെ അതിൻ്റെ നിറങ്ങൾ ഏതാച്ചാൽ അനുയോജ്യമായ നിറം കൊടുക്കുക. പിന്നെന്താ എഴുതാം? ഏക്ക് പാൽത്തു പരിന്താഹേ, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതിനെ വളർത്താറുണ്ട്. അപ്പോൾ മൃഗത്തിനെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിലും എന്തെഴുതാം? പാൽത്തു ജാൻവറാണോ ജംഗ്ലി ജാൻവറാണോ എന്ന് നോക്കിയിട്ടും എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജുംല തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വൃത്തിയായി പഠിക്കുക. അമ്മി, അബ്ബ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിക്കുക. വീടിനെ കുറിച്ച് എഴുതാൻ പഠിക്കുക. സ്കൂളിനെ കുറിച്ചൊക്കെ എഴുതാൻ പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും വൃത്തിയായി പഠിക്കുക. നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഹുദാ ഹാഫിസ്.